സ്പാർക്ക് ഡേറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജിയിലും സർക്കാരിൻ്റെ CMDRF സന്ദേശാവശ്യത്തിലും ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുക. സ്പാർക്ക് ഡേറ്റയുടെ ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് 2 സർക്കാർ ജീവനക്കാരാണ് ഹർജി നൽകിയത്. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, 2 സർക്കാർ ജീവനക്കാരാണ് ഹർജി നൽകിയത്. കോടതിയുടെ ഇടപെടൽ, കോടതിയുടെ തീരുമാനം നിർണായകവുമാണല്ലേ? സ്പാർക്ക് ഡേറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജിയിലും സർക്കാരിൻ്റെ CMDRF ആവശ്യത്തിലുമാണ് ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കുക. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് നിർണായകമായ വിധി പറയുക. സ്പാർക്ക് ഡേറ്റയുടെ ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. 2 സർക്കാർ ജീവനക്കാരാണ് ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ഇന്നുണ്ടാവുക. രേഷ്മ, ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഹർജി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ഇടപെടൽ നിർണായകവുമാണല്ലേ? അതെ സുരേഷ്, സ്പാർക്ക് ഡാറ്റ ചോർന്നുമായി ബന്ധപ്പെട്ട് 2 സർക്കാർ ജീവനക്കാരായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിച്ച സമയത്ത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതാണ്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഹർജിയിൽ വിധി പറയുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ഒരു ഉപഹർജി കൂടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു നന്ദി സന്ദേശം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് CMDRFിലേക്ക് പണം നൽകിയവർക്ക് നൽകാനുണ്ട്, അതുകൊണ്ട് അയക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഹൈക്കോടതി അനുമതി നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഉപഹർജി നൽകിയത്. കാരണം ഈ നേരത്തെ സ്പാർക്ക് ഡേറ്റ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതായത് യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇനി ഒരു സന്ദേശം ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് നൽകരുത് എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ CMDRFുമായി ബന്ധപ്പെട്ട് നന്ദി സന്ദേശം അറിയിക്കുന്നതിനായിട്ടുള്ള അനുമതി ഒരു ഉപഹർജിയിലൂടെ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അത് സ്പാർക്ക് ഡേറ്റ ഒന്നും ഉപയോഗിച്ചുകൊണ്ടല്ല ഈ CMDRFുമായി ബന്ധപ്പെട്ടുള്ള നന്ദി സന്ദേശം അറിയിക്കുന്നതെന്നാണ് ഈ സർക്കാരിന് വേണ്ടിയിട്ട് AG ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. നേരത്തെ ഹൈക്കോടതി പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ തന്നെ സ്വകാര്യതയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് സന്ദേശം അയച്ചത് എന്നുള്ളതല്ല, മറിച്ച് ഈ ഡേറ്റ, ഈ ഒരു വിവരം ചോർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിവരം ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യത ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ സന്ദേശം അയച്ചു എന്നുള്ളത് ഗൗരവകരമായിട്ടുള്ള വിഷയമാണെന്നായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിരീക്ഷണം. ഈ ഹർജിക്കാരോട് ചില ചോദ്യങ്ങളും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ DA സന്ദേശം അയച്ച കാര്യത്തിൽ നിയമവിരുദ്ധത ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു തെളിവ് വേണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതി ഹർജിക്കാരോട് ചോദിച്ച ചോദ്യം. അതിൽ ഹർജിക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ സ്വകാര്യത ലംഘിച്ചുകൊണ്ട് തന്നെയാണ് സ്പാർക്ക് ഡേറ്റ ഉപയോഗിച്ച ഈ DA സന്ദേശം അയച്ചത്. ഈ ജീവനക്കാർ, അതായത് ഈ DA കുടിശ്ശിക കിട്ടാത്ത ആളുകൾക്ക് കൂടി, ഇതുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് കൂടി നന്ദി സന്ദേശം അല്ലെങ്കിൽ DAയുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു മറുവാദം. മാത്രമല്ല ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള നന്ദി സന്ദേശം അറിയിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. പക്ഷേ പൊതുവായിട്ട് തന്നെ നേരത്തെ 2 വർഷം മുൻപ് സർക്കാർ ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിട്ടുള്ളതാണ്. പിന്നെ എന്തിനാണ് വീണ്ടും ഒരു സന്ദേശം അയക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ അത്തരമൊരു വാദമായിരുന്നു ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ 2 ആവശ്യത്തിനുമേൽ ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി വരികയാണ്. CMDRFുമായി ബന്ധപ്പെട്ട് നന്ദി സന്ദേശം അറിയിക്കുന്ന കാര്യത്തിലും ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകമാണ്. സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും CMന്റെ ഓഫീസിനെ സംബന്ധിച്ചാണെങ്കിലും ഈ വിധി ഏറെ പ്രസക്തമാണ്. കാരണം DA സന്ദേശം അയച്ചിരിക്കുന്നത് സ്പാർക്ക് ഡേറ്റ ചോർത്തിക്കൊണ്ടാണെന്നുള്ളൊരു ആക്ഷേപം നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല സർക്കാർ ജീവനക്കാർ തന്നെ ഹൈക്കോടതിയിൽ ഇത്തരമൊരു ഹർജി നൽകിയതിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം സർക്കാരിനെ ഏറ്റിരുന്നു. എന്തായാലും AG അറിയിച്ചിട്ടുള്ളത് IT മിഷൻ മുഖാന്തരമാണ് ഇത്തരത്തിൽ നന്ദി സന്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിൽ DA സന്ദേശം അയച്ചിട്ടുള്ളത്. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഒരു വിധത്തിലും ഡേറ്റാബേസ് ഒന്നും തന്നെ അല്ലെങ്കിൽ ഡേറ്റകളൊന്നും തന്നെ CMന്റെ ഓഫീസിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ളൊരു വാദമായിരുന്നു സർക്കാർ ഉന്നയിച്ചത്. പക്ഷേ ഈ വാദങ്ങളിൽ ഏത് വാദം അംഗീകരിച്ചു കൊണ്ടാകും ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ള
എന്നുള്ളത് 10:15 അറിയാൻ സാധിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഉപഹർജിയായിട്ടാണ് ഈ CMDRFുമായി ബന്ധപ്പെട്ടുള്ള നന്ദി സന്ദേശം അയക്കണമെന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതിയിൽ സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.